എന്താണ് നിങ്ങൾ പങ്കുവച്ചത്? നിങ്ങൾക്ക് എന്താ പുതിയ ഉൾക്കാഴ്ച കിട്ടി? എന്താണ് അടുത്ത ആൾ പറഞ്ഞത്? വേറെ ഒരു പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയരുത്. ഈ ധ്യാനത്തിനെ ശരിക്കൊന്ന് ദഹിക്കാൻ വേണ്ടിയും ഇതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്, ചിലർക്ക് ഒരു സംശയമൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇപ്പോൾ കുറേ കൂടി ക്ലിയർ ആവും. ഇനി വരാം, നിങ്ങൾക്ക് വന്ന് പറയാം, ഇവിടെ വന്ന് പറയാം. എന്താണ് നിങ്ങൾ കേട്ടത്? എന്താണ് നിങ്ങൾ അടുത്ത് പറഞ്ഞത്? പ്ലീസ് കം. യെസ്. യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശുവെ നന്ദി. ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഫുള്ളി ട്രാൻസ്ഫർമേഷനായിരുന്നു. എനിക്ക് ഓരോ വചനവും എനിക്ക് വളരെ ശക്തി പകരുന്നതായിരുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകം ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് രണ്ട് വ്യക്തികളുടെ മുമ്പിൽ നിന്ന് പോലും ഒരു വാക്ക് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. മൈക്ക് കയ്യിൽ തന്നാൽ കൈ കിടന്ന് ഇങ്ങനെ വിറയ്ക്കും. എല്ലാവരും ചോദിക്കും ഇതെന്ത്? അപ്പോൾ ഈ ഹോളി സ്പിരിറ്റ് ഉള്ള ആൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വിശ്വാസികൾ എന്താ ചെയ്യുക ഒന്നും അറിയില്ല. പക്ഷെ വചനം കേൾക്കുമ്പോൾ എനിക്ക് എന്തോന്നില്ലാത്ത ധൈര്യം. എനിക്ക് മറ്റുള്ളവരോടല്ല, ലോകം മുഴുവനും വിളിച്ചു പറയണമെന്നുള്ള ഒരു ധൈര്യം. പിന്നെ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ എനിക്ക് ഒരു തീ ഇങ്ങോട്ട് വന്ന് നെഞ്ചത്ത് ഇങ്ങനെ പതിഞ്ഞു നിൽക്കുക. അയ്യോ, ഈശോയെ ഞാൻ ഫുള്ള് അനുഭവിച്ചുകൊണ്ട് ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു അനുഭവമായിരുന്നു എൻ്റേത്. പ്രൈസ് ഗോഡ്. കൈയെടുത്ത്